ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. ഡെൻമാർക്കുകാരനായ ബാഡ്മിന്റൺ സൂപ്പർ താരം വിക്ടർ അക്സൽസൺ അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിച്ചു. 2 തവണ വീതം ഒളിമ്പിക് സ്വർണ്ണ മെഡലും ലോക ചാമ്പ്യൻഷിപ്പും നേടി 32-കാരനായ ഡാനിഷ് താരം ദീർഘനാളായുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് കളി നിർത്താൻ തീരുമാനിച്ചത്. തുടർച്ചയായി 183 ആഴ്ചകൾ ലോക 1-ാം നമ്പർ താരമായിരുന്ന അക്സൽസൺ ഈ നേട്ടം കൈവരിക്കുന്ന ചരിത്രത്തിലെ 3ാമത്തെ താരമാണ്. ടോക്കിയോ, പാരീസ് ഒളിമ്പിക്സുകളിലെ സ്വർണ്ണവേട്ടയും 2017, 2022 വർഷങ്ങളിലെ ലോക കിരീടങ്ങളും അദ്ദേഹം നേടിയിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഫൈനലിന്റെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് റയൽ സോസിഡാഡ് സ്പാനിഷ് കിങ്സ് കപ്പ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കി. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 2-2 സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഷൂട്ടൌട്ട് വേണ്ടിവന്നത്. 4-3 ഷൂട്ടൌട്ടിൽ സോസിഡാഡിന്റെ വിജയം. ഷൂട്ടൌട്ടിൽ അത്ലറ്റിക്കോയുടെ അലക്സ് സോലോത്തിന്റെയും ജൂലിയൻ അൽവാരേസിന്റെയും കിക്കുകൾ തടുത്തിട്ട സോസിഡാഡ് ഗോളി യുനൈ മറേറോയാണ് സൂപ്പർ സ്റ്റാർ ആയത്. ഇത് 4ാം തവണയാണ് റയൽ സോസിഡാഡ് കിങ്സ് കപ്പ് ജേതാക്കളാകുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ IPL മത്സരത്തിനിടെ പരിക്കേറ്റ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ യുവതാരം ആയുഷ് മാത്രയ്ക്ക് ഈ സീസണിൽ ഇനിയുള്ള മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്ന് സൂചന. 13 പന്തുകളിൽ 30 റൺസ് നേടിയ ആയുഷിന് ഒരു ഡബിളിനുള്ള ശ്രമത്തിനിടെ പേശിവലിവ് അനുഭവപ്പെടുകയായിരുന്നു. കഴിഞ്ഞ കളിയിൽ 4 വിക്കറ്റ് വീഴ്ത്തിയ ഹൈദരാബാദിന്റെ പേസർ പ്രഫുൽ ഹിംഗയെ ഒരു ഓവറിൽ 5 ബൗണ്ടറികൾ പായിച്ച് മികച്ച ഫോമിലായിരുന്നു മാത്രം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചീഫ് സെലക്ടറായി അജിത് അഗാർക്കർ തുടരും. 4 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ അഗാർക്കറിന് BCCI 1 വർഷത്തേക്ക് കൂടി കരാർ പുതുക്കി നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. അഗാർക്കറിന്റെ കാലയളവിൽ 2024, 2026 വർഷങ്ങളിലെ T20 ലോകകപ്പ് കിരീടങ്ങളും 2025 ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യ നേടിയിട്ടുണ്ട്. 2027 ജൂൺ വരെയാണ് അഗാർക്കറിന്റെ പുതിയ കരാർ. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.